ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ഇട്ടുള്ള ഒരു മോര് കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മത്തങ്ങ ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. ഇത് അത്യാവശ്യം ഒരുവിധം കുഴപ്പമില്ലാത്ത സൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറിയ ടീസ്പൂണ്. ഒരു 1/2 ടീസ്പൂണ് മുളകും പൊടി കേട്ടോ. പച്ചമുളക്, ഇത് പഴുത്ത പച്ചമുളകായ കാരണം ഞാൻ കുറച്ചെണ്ണുള്ളൂ കേട്ടോ, ഒരു 3 പിന്നെ വേപ്പില, ഉപ്പ് കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊരു മൂടി വെച്ച് മൂടിയിട്ട് ഇത് തിളച്ച് ഇതൊന്ന് വേവട്ടെ കേട്ടോ. ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഒരു 1/2 മുറി തേങ്ങ ചെറുകിയതും, ഒരു നുള്ള് നല്ല ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി 2 ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത് ഈ മിക്സിയിലെ ജാറിലിട്ടൊന്ന് അരയ്ക്കാൻ ഇടാട്ടോ. ഇതിലേക്ക് നമുക്ക് തൈരില്ലേ, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ഈ തേങ്ങയ്ക്ക് ഈ തൈരിൻ്റെ നനവോടെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കണില്ല കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കാം. അപ്പോൾ അത് വെന്ത് നോക്കാം. ഇത് വെന്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരച്ചതൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം. അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്നൊരു തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. പിന്നെ ലൈക്ക് ഇട്ടോളൂ, ഷെയർ ചെയ്തോളൂ കേട്ടോ, കമൻറ്റ് ഇട്ടോളൂ. വന്നിട്ട് അപ്പം നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇത് കാച്ചി വയ്ക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടട്ടെ. മുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുക്കാം. മത്തങ്ങ മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.